ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ മരിച്ച മലയാളി CRPF ജവാൻ വിഷ്ണുവിന്റെ ഭൗതിക ശരീരം നന്ദിയോട്ടെ വീട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:30 ശാന്തി തീരത്ത് നടക്കും. ഗവർണർ നേരിട്ടെത്തി അനുശോചനം അറിയിക്കും. ആതിര സരസ്വത് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ആതിര, മേയർ ആര്യ രാജേന്ദ്രന്റെ എല്ലാം നേതൃത്വത്തിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയത്. എപ്പോഴാണ് ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കുക? ഗവർണർ എപ്പോഴാണ് എത്തുക? ഇന്നലെയോടെയാണ് വിഷ്ണുവിന്റെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. അവിടെ വെച്ച് മേയർ ആര്യ രാജേന്ദ്രനും ADM-ഉം ടി സിദ്ദിഖ് MLA-യും അടക്കമുള്ളവരാണ് മൃതശരീരം ഏറ്റുവാങ്ങിയത്. അതിനുശേഷം പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനം. എന്നാൽ വീട്ടുകാർ എതിർത്തതിനെ തുടർന്നാണ് അവിടേക്ക് കൊണ്ടുപോകേണ്ടതില്ല, അത്രയും നേരം കൂടെ വീട്ടിൽ വെക്കണമെന്ന് ബന്ധുക്കളുടെയും വീട്ടുകാരുടെയും ആവശ്യപ്രകാരമാണ് വിഷ്ണുവിനെ പാലോടേക്ക് കൊണ്ടുവന്നത്. പാലോട് വിഷ്ണു പുതുതായി പണി കഴിപ്പിച്ച മെയ് 5-ാം തീയതി പാലുകാച്ചൽ കഴിഞ്ഞ വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു വെളുപ്പിനെ 4 മണിയോടുകൂടി. അതിനുശേഷം അവിടെ നിന്നും വിലാപയാത്രയായിട്ടാണ് ചുണ്ടക്കരിക്കത്തെ വീട്ടിൽ നിന്നും വിലാപയാത്രയായി നന്ദിയോടെ കുടുംബ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പൊ കുടുംബ വീട്ടിൽ മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. പെട്ടി പൊട്ടിച്ച ശേഷം ഫ്രീസറിലേക്ക് മൃതശരീരം മാറ്റാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു ദുഃഖാർദ്ധമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത്. നിരവധി പേരാണ് വിഷ്ണുവിനെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ, തീർച്ചയായിട്ടും എന്തായാലും വലിയൊരു വേദന തന്നെയാണ് CRPF ജവാൻ വിഷ്ണുവിൻ്റെ ഈ ഒരു മരണവാർത്ത. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളുടെ ആക്രമണത്തിൽ മരിച്ച മലയാളി CRPF ജവാൻ വിഷ്ണുവിൻ്റെ ഭൗതിക ശരീരമാണ് ഇപ്പോൾ നന്ദിയോട്ടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 കൂടിയിട്ടാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ശാന്തി തീരത്താണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഗവർണർ നേരിട്ടെത്തി അനുശോചനം അറിയിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ആതിര സരസ്വതാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.